കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിക്കിടെ പാകിസ്ഥാനെക്കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സത്യസന്ധമായ തെറ്റുകൾ എന്ന പരാമർശം ചർച്ചയാവുകയാണ്. ഭീകരവാദത്തെക്കുറിച്ചുള്ള കുറ്റസമ്മതം തന്നെയാണത് ഒരർത്ഥത്തിൽ. FIA ഉച്ചകോടിയുടെ 9ാമത് കൂട്ടിച്ചേർക്കലിൽ നടന്ന ഒരു പാനൽ ചർച്ചയിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ചും പാകിസ്ഥാൻ അവയിൽ നിന്ന് എങ്ങനെ പാഠം പഠിച്ചു എന്നതിനെക്കുറിച്ചും ഷഹബാസ് ഷെരീഫ് സംസാരിക്കാനിടയായി. രാജ്യത്തിന്റെ ചരിത്രത്തിലുടനീളം വളരെ സത്യസന്ധമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം ഊന്നി പറഞ്ഞു. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് പ്രധാന കാര്യം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഷഹബാസ് ഷെരീഫ്. അടിയന്തരമായി ആവശ്യമായ ശക്തമായ മാറ്റങ്ങളും ആഴത്തിൽ വേരൂന്നിയ പരിഷ്കാരങ്ങളും തങ്ങൾ നടപ്പിലാക്കുകയാണ്. അഴിമതി തടയുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂവിന്റെ ഡിജിറ്റലൈസേഷനെ ഉദ്ധരിച്ച ഷെരീഫ് പറഞ്ഞു. ഭീകരവാദവുമായി ബന്ധപ്പെട്ടതാണ് കുറ്റസമ്മതം എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സത്യസന്ധമായ തെറ്റുകൾ എന്ന് ആവർത്തിച്ചു. ഒക്ടോബർ 27 മുതൽ 30 വരെ റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന സമ്മേളനമായ FII 9 വെച്ചാണ് ഷെരീഫ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. മരുഭൂമിയിലെ ദാവോസ് എന്നാണ് ഇതിന്റെ പേര്. പുതിയ വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭാവിയിലേക്കുള്ള സുസ്ഥിരമായ അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോകമെമ്പാടുമുള്ള ആഗോള നേതാക്കളും നിക്ഷേപകരും ഈ പരിപാടിയിൽ ഒത്തുകൂടി. സമൃദ്ധിയുടെ താക്കോൽ, വളർച്ചയുടെ പുതിയ അതിർത്തികൾ തുറക്കൽ എന്ന ഈ വർഷത്തെ പ്രമേയം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരികയും ആഗോള വിരോധാഭാസങ്ങളെ നേരിടാനും സമഗ്രവും സുസ്ഥിരവുമായ അഭിവൃദ്ധിയിലേക്കുള്ള പാതകൾ നിർമ്മിക്കാനും ഒരു ധീരമായ അജണ്ട തയ്യാറാക്കുന്ന ഒന്നാണ്. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി നിരവധി ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സുരക്ഷിത താവളങ്ങളാണ്. അങ്ങനെ വരികയും ആഗോളതലത്തിൽ ഭീകരതയുടെ പ്രധാന സ്പോൺസറുമായി മാറുകയും ചെയ്തു. 9/11 ഭീകര ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ ഒസാമ ബിൻ ലാദനും പാകിസ്ഥാനിൽ അഭയം നൽകിയിരുന്നു. പിന്നീട് 2011 മെയ് 2-ന് അബാട്ടോബാദിൽ US നേവി സീലുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധത്തിനുള്ള ഒരു മാർഗമായി രാജ്യം തീവ്രവാദത്തെ ഉപയോഗിച്ചു വരുന്നു. 1993-ലെ മുംബൈ സ്ഫോടനങ്ങൾ, 2001-ലെ പാർലമെന്റ് ആക്രമണം, 2008-ലെ ദില്ലി ബോംബ് ആക്രമണം, 26/11 മുംബൈ ആക്രമണം, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഏറ്റവും പുതിയ ആക്രമണം എന്നിവ ഉൾപ്പെടെ വിവിധ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത 4-5 ഭീകരർ, 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും ഉൾപ്പെടെ 26 നിരപരാധികളായ സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന സംഭവമായിരുന്നു അത്. പാകിസ്ഥാന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണത്തിന് മറുപടി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ബോംബിട്ട് നശിപ്പിക്കുകയും 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം നടത്തി പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി. കൃത്യമായ ആക്രമണങ്ങളിലൂടെ പ്രതികരിച്ചു. പ്രധാന വ്യോമതാവളങ്ങളിലെ അവരുടെ വ്യോമ പ്രതിരോധ ശേഷി തകർത്തു. ഇതിനു പുറമെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള രാഷ്ട്രം വിദേശ സഹായത്തെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടുന്നതിനെക്കുറിച്ചും അവരുടെ സാമ്പത്തിക മാർഗങ്ങൾ കർശനമാക്കുന്നതിനായി അവയെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഇന്ത്യ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നടപടികളുടെ ഫലമായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ മുൻകാലങ്ങളിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രവാദ ധനസഹായത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.